ഹുണ്ടായുടെ പുതിയ വെന്യൂ ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ. ആ പുതിയ വെന്യൂ എന്ന് പറയുന്നത് ഈ കിടക്കുന്ന വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അടിമുടി മൊത്തത്തിൽ മാറിയേക്കുന്ന വെന്യൂ. ഈ വെന്യൂവിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ട്വിൻ ഷേപ്പ് LED ലൈറ്റ് വിത്ത് പാരാമെട്രിക് DRLs ആണ്. ഇതിന്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് എന്ന് പറയുന്നത് പാരാമെട്രിക് DRL ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ 360 ക്യാമറ, ADAS ലെവൽ 2 ഫീച്ചർ, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, അതുപോലെ ഒത്തിരി ഫീച്ചേഴ്സ് ലോഡ് ചെയ്ത പുതിയ വേരിയന്റ് ആണ് വെന്യൂ. അടിമുടി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും. ഫ്രണ്ട് പാർക്കിംഗ് സെൻസറിന്റെ കൂട്ടത്തിൽ തന്നെ സൈഡ് പാർക്കിംഗ് സെൻസേഴ്സും കൂടെ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ആദ്യം തന്നെ ലോഡ് ചെയ്തേക്കുവാണ് വെന്യൂവിന്. വെന്യൂവിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണുന്നത് തന്നെ ഇലക്ട്രിക് ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. ഇത് ലെതർ സീറ്റ്സ് ആണ്. അത് കൂടാതെ തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സും കൂടെ ആണ് വരുന്നത്. ഇതിന്റെ സെൻട്രൽ കൺട്രോൾ യൂണിറ്റ് വരുമ്പോഴത്തേക്ക് ഡ്രൈവ് മോഡ്സ്, ട്രാക്ഷൻ കൺട്രോൾ മോഡ്, അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇലക്ട്രോണിക് ആക്കിയിട്ടുണ്ട്. വയർലെസ് മൊബൈൽ ചാർജിംഗ് പാഡ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, 12.25 ഇഞ്ചിന്റെ 360 ക്യാമറ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ക്രീൻ, അതേപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 12.35 ഇഞ്ചിന്റെ തന്നെയാണ് വരുന്നത്. വിത്ത് ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡലാണ്. ഫുള്ളി ന്യൂലി ഇന്റർഫേസും കാര്യങ്ങളും, അതേപോലെ ഇന്റീരിയർ ഫിനിഷ് വരുന്നത് ഡാർക്ക് ബ്ലൂ വിത്ത് ഡോഗ്രേ ഇന്റീരിയർ ഫിനിഷ് ആണ്, വിത്ത് ടെറാസോ മാറ്റ് ഫിനിഷും അങ്ങനത്തെ എല്ലാ ഫങ്ഷനാലിറ്റീസും വരുന്നുണ്ട്. വെന്യൂ എന്നുള്ള ബാഡ്ജിങ്ങും ഇൻഗ്രേവ് ചെയ്തിട്ടുണ്ട് ഡാഷ്ബോർഡിൽ. ഫ്രണ്ടിലത്തെ ലൈറ്റിംഗ് ഫിനിഷ് വരുന്നത് ഫുൾ വൈറ്റ് ഫിനിഷ് ആയിട്ടുള്ള ആംബിയൻ ലൈറ്റിംഗ് ആണ് വരുന്നത്. ഫ്രണ്ട് സ്റ്റിയറിങ്ങിനകത്ത് നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഫ്രണ്ട് നമ്മുടെ സ്റ്റിയറിങ്ങിൽ ഈ ഒരു 4 കോഡുണ്ട്. ഇതെന്ന് പറയുന്ന മോഴ്സ് കോഡ് എന്ന് പറയും. ഈ കോഡ് കൊണ്ട് മനസ്സിലാക്കുന്നത് ഹുണ്ടായുടെ H എന്നുള്ള എംബ്ലമാണ് മനസ്സിലാക്കുന്നത്. ഇതിന് സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയ 6 എയർ ബാഗ്, ഹിൽ അസിസ്റ്റ് കൺട്രോള്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, അതേപോലെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വെഹിക്കിളിന് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് മോഡലിൽ തന്നെ ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് മോഡലിൽ തന്നെ ഒരു കാറിനും ഇല്ലാത്ത ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ടോപ്പ് എൻഡ് മോഡലിന്റെ 12.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, 10.2 ഇഞ്ച് ഡിസ്പ്ലേ. ഇതുമായിട്ട് വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ബേസിക് മോഡൽ വണ്ടിയെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് മോഡൽ വണ്ടിയുടെ സ്പീഡോമീറ്റർ യൂണിറ്റും ഇതേപോലെ തന്നെ ഗ്രാഫിക്സിലും ഇന്റർഫേസിലും ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതും ഡിജിറ്റലായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് മോഡൽ ആകുമ്പോഴത്തേക്കും നമുക്ക് 360 ക്യാമറയും ADAS ലെവൽ 2 ഫീച്ചറും ഉള്ളതുകൊണ്ട് ടോപ്പ് എൻഡ് മോഡലിൽ നമുക്ക് ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിംഗ് എന്നുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് അത് കാണാം. ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും ഇത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറർ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ ഭയങ്കര പ്രീമിയം ഫിനിഷിലുള്ള ഒരു സ്വിച്ചിലാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് ബോസിന്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ്. ബോസ് എന്നുള്ള എംബ്ലം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ രീതിയിലും അടിമുടി മാറിയേക്കുന്ന ഒരു വെന്യൂവിനെയാണ് നമുക്കിപ്പോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്ക് സൈഡിലോട്ട് കയറുമ്പോഴാണ് നമുക്ക് പുതിയ വെന്യൂവിൽ വളരെയധികം സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ക്രംബിൾ സ്പേസിങ് മാറിയിട്ട് ഇവിടെ നമുക്ക് നല്ല ലെഗ് റൂം കിട്ടുന്നുണ്ട്. വീൽ ബേസ് 20 mm ആണ് കൂടിയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റിനകത്തും നല്ല വ്യത്യാസമുണ്ട്. 48 mm ഹൈറ്റ് ആണ് നമുക്ക് കൂടിയേക്കുന്നത്. ഈ ലെഗ് റൂം കൂടുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്തേക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിച്ചേക്കുന്നത്. പക്ഷെ ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന വെന്യൂവിന് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 350 ലിറ്റർ ഉള്ളായിരുന്നു. ഇപ്പൊ 375 ലിറ്റർ ബൂട്ട് സ്പേസ് കൊണ്ടുവന്ന് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ബോസിന്റെ ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ സബ് വൂഫർ യൂണിറ്റും ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് എംബഡ് ചെയ്തിട്ടുണ്ട്. അതിലും നമുക്ക് സ്പേസ് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല മാന്യമായ രീതിയിൽ തന്നെയാണ് ഹുണ്ടായി എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. 60-40 സ്പ്ലിറ്റ് സീറ്റും ആണ് ഹുണ്ടായിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ സൈഡ് പ്രൊഫൈൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അലോയ്സ് എന്നൊക്കെ പറയുന്നത് ക്രെറ്റ EV ആ ഒരു ഡിസൈൻ പാറ്റേൺ ഫിലോസഫിയാണ് ഡയമണ്ട് കട്ട് ഫിനിഷിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുതിയ വെന്യൂവിൽ. ബാക്ക് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ടർബോ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ പാരാമെട്രിക് ആയിട്ടുള്ള ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള LED ലൈറ്റിംഗ് യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ, ബാക്ക് സൈഡിൽ വൈപ്പർ, ഡീഫോഗർ, റയർ സ്പോയിലർ, നല്ല ഒരു ഫിനിഷിങ്ങിലാണ് റയർ സ്പോയിലർ കൊടുത്തത്.
ബാക്ക് സൈഡിൽ നമുക്ക് വെന്യൂ എന്നുള്ള ബാഡ്ജിങ്ങിന്റെ കൂടെ ഈ സി പില്ലറിൽ ഒരു വൈറ്റ് ഫിനിഷിൽ ഒരു ബാഡ്ജിങ് ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടെ പ്രീമിയം ഫീൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ വെന്യൂവിൽ ഉള്ള പോലെ തന്നെ 3 എഞ്ചിൻ ഓപ്ഷൻ ആണ് ഇപ്പോഴത്തെ വെന്യൂവിലും ഉള്ളത്. ആദ്യത്തെ എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡീസൽ ആണ്. ഡീസലിന് മാനുവലും ഉണ്ട്, പുതിയ വെന്യൂവിൽ ഡീസൽ ഓട്ടോമാറ്റിക്കും ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ടർബോ DCT എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക് പെട്രോൾ വരുന്നത് DCT എന്നുള്ള ഗിയർ ബോക്സ് സിസ്റ്റം ആണ്. 7 സ്പീഡ് ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. അതേപോലെ തന്നെ 1.2 ലിറ്റർ 4 സിലിണ്ടറിൽ മാനുവൽ ട്രാൻസ്മിഷനിലും പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാ ഫങ്ഷനാലിറ്റീസും ഏത് തരത്തിലുള്ള ഓട്ടം കൂടുതലുള്ള കസ്റ്റമറിനും ഓട്ടം കുറവുള്ള ആൾക്കാർക്കും ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇപ്പോഴത്തെ പുതിയ വെന്യൂവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറക്കണ്ട, നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് SS ഹുണ്ടായി തിരുവല്ല പെരുന്തുരുത്തിയിലാണ്. താങ്ക് യു.